ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചിട്ട് ഒരു ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു 5 to 10 മിനിറ്റ്സിന് ഉള്ളിൽ നമുക്ക് 9:15 മുന്നേ മാർക്കറ്റിന്റെ ഒരു എഡ്ജ് കണ്ടെത്തുക എന്നുള്ളതേ അവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ ചിലപ്പോൾ അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാറിരിക്കാം. ഓക്കെ, എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം അർജുന്റെ മൈക്ക് ഓപ്പൺ ആണ്. വോയിസ് ഒത്തിരി കുറവാണോ ചെയ്തുക? വോളിയം കുറവാണ്. ഇപ്പോഴോ? ഓക്കെ. ഓക്കെ, മൈക്ക് കുറച്ച് ദൂരമായിരുന്നു. ഓക്കെ, അപ്പോ ഒന്നാമത്തത് ഞാൻ വരച്ചിരിക്കുന്ന കുറച്ച് ഹെക്ടിക് ആയിരിക്കും. ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ ചാർട്ട് കുറച്ചുകൂടെ ഹെക്ടിക് ആയിരിക്കും. ബട്ട് ഞാൻ അതൊന്ന് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ടൈം ഫ്രെയിം മാറ്റുന്നില്ല, 15 മിനിറ്റിൽ തന്നെ ഞാൻ ഇട്ടിരിക്കാം. ഇതിപ്പോ ഒരുപാട് ലെവൽസ് ഉണ്ട്, പക്ഷെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്ന ലെവൽസ് ആണ്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് 3 ഹൈസ് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വിടുന്നതാണ്. അതിനുശേഷം പിന്നെ തിരിച്ച് കയറി പോകാൻ പറ്റിയിട്ടില്ല. സോ ഇതിനെ തിരിച്ച് നോക്കണ്ട, അടുത്തൊരു മാസത്തേക്ക് ഇതിനെ തിരിഞ്ഞു നോക്കാൻ നിൽക്കേണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മുന്നേ ഈ ബൗൺസ് ചെയ്തതുപോലെ ഒരു ബൗൺസിങ് ഇനി എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോ ഒരു ഡബിൾ ബോട്ടം വെച്ച് തിരിച്ച് ഹിറ്റ് ചെയ്തെങ്കിലും തിരിച്ച് വന്നിരിക്കുന്ന ഫോൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഇതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ളൊരു ഫോള് ഇനി ആയിരിക്കാം സംഭവിക്കാൻ സാധ്യത. നമുക്ക് ഇവിടെ നേരത്തെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു മൂവ്മെന്റിനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ ഇവിടെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെ സപ്പോർട്ടിലെത്തുമ്പോഴൊക്കെ അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം ഒരു 2 മർബോസ് ക്യാൻഡിൽസ് ആണ് നിൽക്കുന്നത്. സോ അവിടെ ഒരു സെല്ലിംഗ് സ്പ്രീ ഉണ്ട് എന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണ മാർക്കറ്റ് ഞാൻ ഇവിടെ ഒരു കർവ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു കർവ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ അവിടുത്തെ സെല്ലിംഗ് കുറഞ്ഞ് ബയ്യേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവസാനത്തെ ക്യാൻഡിൽസ് കാണിക്കുന്നത് ഈ ഒരു കർവിൽ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. സോ ഈ കർവിങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,500 to 23,400 എന്നുള്ള ഈ ഒരു സപ്പോർട്ടിലേക്ക് നമ്മൾ ചിലപ്പോൾ മാർക്കറ്റ് വീഴുന്നേക്കാം. മാർക്കറ്റ് ഇപ്പോഴും ഒരു 10% കറക്ഷന് സംഭവിച്ചിട്ടുള്ളൂ. മാർക്കറ്റിന് ഇത്രയും വലിയൊരു സെല്ലിംഗ് അറൌണ്ട് 2 lakhs അടുപ്പിച്ച് അവറായി, 1.5 മേളിലായി ലാക്ക് ക്രോർസിന്റെ സെല്ലിംഗ് FII ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഇമ്പാക്റ്റ് ആണ് വീഴുന്നോണ്ടിരിക്കുന്നത്. സോ ഇതൊരു സൈഡ് വൈസ് ഏരിയ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ സൈഡ് വൈസ് ഏരിയയും മാർക്കറ്റ് ഇവിടെ ഒരു ബുള്ളിഷ് ഏരിയാസ് ഇവിടെ മേളിലുണ്ടായിരുന്നു. സോ ഈ ഒന്നാമത്തെ സെഷൻ, രണ്ടാമത്തെ സെഷൻ, ഇത് മൂന്നാമത്തെ സെഷൻ, അതായത് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കയറിപ്പോയതിന്റെ ഫിബിനോസി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബേറിഷ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയിലാണ് നിന്നത്. ആ ബേറിഷ് ടെറിട്ടറി തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫർദർ താഴേക്ക് പോകാനുള്ള പ്രോബബിലിറ്റിയിലാണ് നിൽക്കുന്നത്. സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും ബൈയിങ് പ്രൈസിലേക്ക് വന്നിട്ടുണ്ടാവും. പേഴ്സണലി ഇനി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വീഴുന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നു, മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ മാർക്കറ്റിൽ സൈഡിലേക്കുള്ള ബൈയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ റിയാക്ട് ചെയ്യാണ്, നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഇപ്പൊ കാണിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ബൗൺസിങ് എങ്ങാനും രാവിലെ ഫസ്റ്റ് ക്യാൻഡലിലൊക്കെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, പെട്ടെന്നൊരു ഓർഡർ വന്ന് തിരിച്ച് ഈ ഒരു ഏരിയയിൽ വന്ന് നമുക്ക് വീണ്ടും സേഫർ ഏരിയയിലേക്ക് വന്നു, അറ്റ്ലീസ്റ്റ് വീഴുന്നില്ല എന്നുള്ളൊരു ഫീലിംഗേ ഉള്ളൂ. പക്ഷെ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി താഴേക്ക് പോകാനുള്ള ലെവൽസ് ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്കായിരിക്കും പോകാനുള്ള പോസിബിലിറ്റി. മാർക്കറ്റ് പോയാൽ പോലും ലോങ് ടേം ഇൻവെസ്റ്ററിന് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ടാറ്റ കെമിക്കൽസ്, ദേവയാനി പോലുള്ള, ഇപ്പൊ ഇൻഡിജൻ, RR കേബിൾ പോലുള്ള സ്റ്റോക്സ് ഞാൻ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർക്കറ്റ് കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ കളയാൻ പോകുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും ഒരു 50% മേളിലാണ് നിൽക്കുന്നത്. സോ ഇനി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോക്ക് ഒരു 20% കറക്റ്റ് ചെയ്യും. സോ അത് കുഴപ്പമില്ല. ലോങ് ടേം ഇൻവെസ്റ്റർ ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെ നിൽക്കും. രണ്ടാമത്, ബിക്കോസ് ഇത് നമ്മൾ 20,000 റേഞ്ചിലൊക്കെ മേടിച്ച സ്റ്റോക്സ് ആണ്. 18,000 നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ മേടിച്ച സ്റ്റോക്സ് ആണ്. എന്നാൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആക്ച്വലി പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്സ് ഓൾമോസ്റ്റ് ഇൻഫോസിസ്, കാബ്ര, ദേവയാനി ഇന്റർനാഷണൽ, ജൂബിലന്റ് ഫുഡ് പോലുള്ള സ്റ്റോക്സ് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം. ബിക്കോസ് അത് മാർക്കറ്റിൽ ഇപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ്. സോ മാർക്കറ്റ് വീഴുമ്പോൾ എല്ലാ സ്റ്റോക്കും വീഴണം എന്ന് നിർബന്ധമില്ല. ഡിമാൻഡ് ഉള്ള സ്റ്റോക്സ് അവിടെ തന്നെ അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യപ്പെട്ടേക്കാം. സോ സ്വിംഗ് സ്റ്റോക്സിൽ കുറെ പൊസിഷൻ ഞങ്ങൾ കളഞ്ഞിട്ടില്ല, സെയിൽ കളഞ്ഞു. ഇന്നലെ ബൈയിങ് പ്രൈസ് എത്തിയപ്പോൾ
സെയിൽ ഒഴിവാക്കി, സോന കോംസ്റ്റാർ ബൈയിങ് പ്രൈസിൽ വന്നപ്പോൾ ഒഴിവാക്കി. സോ അത്രേ അവിടെ സംഭവിച്ചുള്ളൂ. സ്റ്റിൽ ബൈയിങ് പ്രൈസിന്റെ അടുത്ത് തന്നെയാണ് അത് നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിനെ ഒഴിവാക്കാം. നഷ്ടം വരുന്നില്ല. നിങ്ങൾക്കൊരു 10% 20% ലോസ് വരുന്ന ഒരു സ്റ്റോക്ക് നമ്മളവിടെ ഐഡിയാസ് പറയുന്നതേ ഇല്ല. ബൈയിങ് പ്രൈസിന്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റോക്സ് മുന്നേ ഒരു 5 to 7% പ്രോഫിറ്റിൽ കിടന്ന സ്റ്റോക്സ് ആണ്. പക്ഷെ മാർക്കറ്റ് ബാഡ് ആയപ്പോൾ താഴെ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇതിന് മേളിലേക്ക് വരുവാണ്. 23,800 900ലേക്കാണ് ഇന്ന് നിൽക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് 770ക്ക് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതെന്ന് തന്നെ വിചാരിക്കുക. സ്വിംഗ് ആണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ 50% വേണമെങ്കിൽ, അതൊരു റെക്കമെൻഡേഷൻ ഒന്നും അല്ല. എന്ത് സംഭവിക്കാം, മാർക്കറ്റ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്തേക്കാം. സോ പേഴ്സണലി ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹാഫ് ദി ക്വാണ്ടിറ്റി ഞാൻ സെല്ല് ചെയ്യും. സോ ഓൾറെഡി നമ്മൾ എടുത്തത് തന്നെ ഹാഫ് ദി ക്വാണ്ടിറ്റി എടുത്തു വെച്ചിട്ടുള്ളൂ. മാർക്കറ്റ് കയറിപ്പോയ സമയത്ത് ഇവിടെ നിന്ന് കയറിയപ്പോൾ ഹാഫ് ദി ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. സോ അടുത്ത ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഡബിൾ ക്വാണ്ടിറ്റിയിലേക്ക് കയറാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബൈയിങ് പ്രൈസിൽ എത്തിയത് കൊണ്ട് ഒഴിവാക്കി. ഇനി എങ്ങാനും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പൊസിഷൻ ലോസിലേക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് പൊസിഷൻ ഇല്ല എന്ന് പറയുന്നതാണ്. ലോസ് വേണ്ട, പ്രോഫിറ്റും വേണ്ട, അതേ ഉള്ളൂ. ഓക്കെ, അപ്പോ മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ മാർക്കറ്റ് താഴെ പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഈ കർവിൽ ഇനി സ്വാഭാവികമായിട്ടുള്ള ഒരു സമയം എടുത്ത് തിരിച്ച് കയറി വരുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാർട്ടിൽ വെച്ചിരുന്നോളൂ. ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിലേക്കോ ഇല്ലെങ്കിൽ ഒരു ആർക്ക് പാറ്റേണിലേക്കോ ചിലപ്പോൾ തിരിച്ച് മാർക്കറ്റ് സ്ലോലി റിക്കവർ ചെയ്തേക്കാം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് റിക്കവറിക്ക് ഒരു പോസിബിലിറ്റി ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഏരിയയിലെങ്കിലും നമുക്ക് നിൽക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി മാർക്കറ്റ് ഫൈറ്റ് ചെയ്യും. സോ ഈ ഒരു ഏരിയക്കും ഇതിനുള്ളിലും മാർക്കറ്റ് ഫൈറ്റ് ചെയ്യണം. 24,000 to 23,600ലേക്ക് ഒരു ഫൈറ്റിംഗ് ഏരിയ പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. നെഗറ്റീവ് ആണ്. ഇന്ന് ഷോർട്ട് സൈഡിലേക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും SL വെക്കണം. എക്സ്പയറി ആണ് ഇത്. മാർക്കറ്റിലെ ഏറ്റവും അവസാനത്തെ ബാങ്ക് നിഫ്റ്റി വീക്ക്ലി എക്സ്പയർ ആണ്. സോ അത് തന്നെ ഭയങ്കര വോളറ്റൈലിറ്റി ആയിരിക്കും. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ ഇതാണ് നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ. നിഫ്റ്റി ഒരു ബെയറിഷ്, ഈ ഒരു ബ്ലൂ നോക്കിയാൽ മതി, മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വന്നതാണ്, പക്ഷെ തിരിച്ച് വീണ്ടും വീക്കർ ഏരിയയിലേക്ക് വന്നു. വീക്കർ സപ്പോർട്ടിന്റെ പുറത്താണ് നിൽക്കുന്നത്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ പൊസിഷന്റെ മേളിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് 5 അഡ്മിൻ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. ഇല്ല ഗ്രൂപ്പിനകത്ത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ അതിനെ സപ്പോർട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയാൽ കുറച്ചുകൂടെ ഒക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഏരിയയിൽ തന്നെ നിൽക്കുവാണ്. ഇടയ്ക്കൊന്ന് കയറിയതിനെ വിട്ടേക്കാം. മാർക്കറ്റ് ഒരു സൈഡ് വേസ് സോണിൽ. പക്ഷെ നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. സോ ഓക്കെ, കുഴപ്പമില്ല. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗണിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്ക് താഴെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് 5880ക്ക് താഴെയാണെങ്കിൽ നമ്മൾ വീണ്ടും ബാങ്ക് നിഫ്റ്റിയും വീക്കായി എന്നുള്ളത് ഏകദേശം പറയാം. അപ്പോൾ ഒരൊറ്റ പാർട്ടിസിപ്പന്റ് മാത്രമേ ബുള്ളിഷ് ആയിട്ട് ഉണ്ടാവുള്ളൂ, IT സെക്ടർ മാത്രം. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കാം. 51,000 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഷോർട്ടിംഗ് ടെൻഡൻസി വരും. 5800 to 5600 റേഞ്ചിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ ഒരു ക്യാൻഡലിൽ ഷോർട്ട് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു പൊസിഷൻ എടുത്തു. സിംഗിൾ ട്രേഡ് എടുക്കുന്നുള്ളൂ. ഞാൻ ആക്റ്റീവ് ട്രേഡർ ആയിട്ട് നിൽക്കുന്നില്ല. ഒരു ട്രേഡ്, നല്ലൊരു ട്രേഡ് കാണുമ്പോൾ വെറുതെ ഒരു പൊസിഷൻ എടുത്തിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ ചാർട്ടിലേക്ക് പോയി നോക്കിയാൽ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ ഇത് കയറാനുള്ള ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. ഇതിനൊരു കർവ്, ഇങ്ങനെ ഒരു കർവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചൊരു കർവാണ്. ഇവിടുത്തെ വിക്ക് കാണുന്നുണ്ടോ? സോ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് സ്പ്രീ അവിടെ നിൽക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സെല്ലിംഗ് ടെൻഡൻസി അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് മാർക്കറ്റ് കാണിച്ചിരുന്നത്. സോ മാർക്കറ്റിൽ ഇനി ഒരു ഗ്യാപ് ഡൗണിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഒരു ചിലപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വന്നേക്കാം. പക്ഷെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ താഴേക്ക് വരച്ചിട്ടിരുന്നു. ഈ ട്രെൻഡ് ലൈനിൽ ചിലപ്പോൾ തട്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും വലിയൊരു കറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഒരു റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും താഴേക്ക് പോയേക്കാം. സോ എന്റെ മൈൻഡിലെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ഞാൻ പേഴ്സണലി ഇന്നും ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് കിഡിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു മന്തിൽ തന്നെ മോസ്റ്റ്ലി ഞാൻ ട്രേഡ് വളരെ വളരെ ലിമിറ്റഡ് ആണ്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പോ സ്വിംഗ് പൊസിഷൻസ് എന്റെ കയ്യിലിരിക്കുന്ന പ്രോഫിറ്റിലുള്ള എല്ലാ പൊസിഷൻസും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻഫി, കാബ്ര പോലത്തെ കംപ്ലീറ്റ് സാധനങ്ങളും സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ഒരേ ഒരെണ്ണം ലോസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ഒരു ചെറിയൊരു ഒരു 500 റുപ്പീസിന്റെ ഒരു ലോസ് ജസ്റ്റ് ബൈങ് പ്രൈസിന് താഴെ വന്നപ്പോൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അറിയില്ല, മാർക്കറ്റിൽ അതിന് കുറച്ചുകൂടെ ലോയിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറൊന്നുമില്ല. മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നിൽക്കുന്ന, മാർക്കറ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട്. ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു വേണമെങ്കിൽ കയറി വരുവാണെങ്കിൽ ശ്രദ്ധിച്ച് നിന്ന് ഒരു SLE കീപ്പ് ചെയ്യുക. കാരണം എക്സ്പയറി ആണ്. ക്യാപിറ്റലിന്റെ ഒരു 30% കണ്ണട ചുറക്കുന്ന ഒരു മൊമെന്റത്തിൽ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ട്രേഡിന്റെ മേളിലും ഹൈലി എഡ്ജ് കീപ്പ് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യുക. ഇന്നത്തെ വോളറ്റൈലിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു വോളറ്റൈലിറ്റി വന്നേക്കാം. സോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ദയവേദി ഇപ്പോൾ ക്വിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ചാർട്ടിലേക്ക് നിങ്ങൾക്ക് പോവാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ ട്രേഡിലേക്ക് കയറാം. പേഴ്സണലി ഞാൻ അവിടെ എടുക്കുന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലൈവിൽ നിന്നിട്ട് അതിന്റെ ഒരു അനാലിസിസ് വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. ഒരു 9:45 ശേഷം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ട്രേഡ് വരും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രം നിങ്ങൾ അടുത്ത വീക്കിൽ എക്സ്പയറിക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക. ഈ വീക്കിൽ എക്സ്പയറിയിൽ ഇന്ന് കൈവെക്കേണ്ട എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. രാവിലെ നമുക്ക് ഒരു ട്രേഡറിന്റെ ഒരു കുറച്ചുകൂടെ പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അതിന്റെ പേര് സിക്സ്ത് സെൻസ് എന്ന് പറയും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഫീൽ ചെയ്യും ഒരു സംഭവം വോളറ്റൈലിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ അതിനുള്ളിൽ എനിക്കൊരു എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ഉണ്ട്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിക്കുള്ളിൽ ഒരു ഹൈ വോളറ്റൈലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ മാർക്കറ്റിൽ വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല. ബിക്കോസ് നമ്മൾ കറക്റ്റ് ഒരു റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ സപ്പോർട്ടിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പൊ നിൽക്കുന്ന സപ്പോർട്ടിന്റെ പുറത്താണെങ്കിലും ഇപ്പൊ ഓപ്പൺ ചെയ്തത് റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്തിരിക്കുക. ഓപ്പൺ ചെയ്തല്ല 9:15 അല്ലേ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഓപ്പൺ ചെയ്തത് നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ സപ്പോർട്ട് ഇപ്പൊ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു റീടെസ്റ്റിനുള്ള ഒരു സാധ്യത വന്നേക്കാം. സോ ഇതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിലിൽ ട്രേഡ് യൂഷ്വലി ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി ഞാൻ എടുക്കുന്നില്ല. മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഫീൽ ഇപ്പോൾ 23,800 എന്നുള്ള ഒരു സപ്പോർട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു യൂഷ്വൽ നമ്പറാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി കാണുന്നുണ്ട് നമ്മൾ ആ ഒരു ലൈനിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കുവാണ്. ഞാൻ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോഴേ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്ന ഒരു സംഭവം, ബാങ്ക് നിഫ്റ്റി ഒരുവിധം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി തൽക്കാലം റീടെസ്റ്റിലേക്ക് ഓപ്പൺ ചെയ്തത് അപ്പൊ തന്നെ റീടെസ്റ്റ് ചെയ്യാൻ മേളിലോട്ട് പോയി. എന്നാൽ നിഫ്റ്റിയിലാണെങ്കിൽ ആദ്യത്തെ ഒരു സെല്ലിങ്ങിന് വേണ്ടിയിട്ട് പോയി, എന്നിട്ട് ഇപ്പൊ ചെറുതായിട്ട് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് തിരിച്ച് കയറുന്നുണ്ട്. സോ നോക്കാം ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്യാൻഡലിൽ ഒരിക്കലും ഷോർട്ട് ചെയ്യാനോ ലോങ് പോകാനും പാടില്ല. ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ റിസ്ക് എടുത്തിട്ട് വേണമെങ്കിൽ പോവാം. എക്സ്പയറി ഡേയിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കരുതെന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. സോ ഇപ്പൊ കാണുന്നുണ്ടോ ക്യാൻഡിൽ ഗ്രീനും റെഡും മാറി അവിടെ ഒരു ഫൈറ്റ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് സിംഗിൾ ക്യാൻഡിൽ കയറി വന്നേക്കാം. ബിക്കോസ് അത്രയും വലിയൊരു ഷോർട്ടിംഗ് മാർക്കറ്റിൽ കിടപ്പുണ്ട്. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ആ ഷോർട്ട് കവറിങ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഷോർട്ട് കവറിങ് നടക്കും എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഒരു എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഷോർട്ട് കവറിങ് അല്ല മാർക്കറ്റിൽ ഇന്നത്തെ ബെയറിഷ് ആ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ബെയറിഷ്നെസിന്റെ കണ്ടിന്യൂ ചെയ്ത് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ വീണ്ടും പ്രോഫിറ്റിന് വേണ്ടി അഗ്രസീവ്ലി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആയി പോകും. ഫസ്റ്റ് ക്യാൻഡിൽ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ എക്സ്പയറി ഡേയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു 160 രൂപയുടെ ഒരു പ്രീമിയം ഈ ക്യാൻഡിൽ എങ്ങാനും ഇപ്പൊ ഒരു സി സൈഡിലേക്കോ പി സൈഡിലേക്കോ എക്സാമ്പിൾ പറയുന്നതാണ്, 160 രൂപയ്ക്ക് നിൽക്കുന്ന ഒരു പൊസിഷൻ എങ്ങാനും നമ്മൾ ഉദ്ദേശിച്ച ട്രേഡ് എടുത്തതിന് ശേഷം റോങ് ആയി പോയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇത് ഹാഫ് ആവും, 80 റുപ്പീസിലേക്ക് ഇത് വീഴും. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിൽ 50% വൈപ്പ് ഔട്ട് ആകും. സോ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്കും മുന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രാപ്പ് ആവുന്ന ഈ എക്സ്പയറി ഡേയിൽ ഫസ്റ്റ് ക്യാൻഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് വരാറുള്ളത്. സോ ആ ഒരു മൊമെന്റിന് ബാക്കിയുള്ള 4 ദിവസവും ഫസ്റ്റ് ക്യാൻഡിൽ ട്രേഡ് ചെയ്യുമെങ്കിലും ഈ ഒരൊറ്റ ദിവസം മാത്രം മാർക്കറ്റിൽ നോക്കും. ബിക്കോസ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അന്നത്തെ പൊസിഷന്റെ മേളിൽ അവര് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിന് റെസ്പെക്ട് ചെയ്തിട്ട് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സംഭവം. ബിക്കോസ് അവരെപ്പോഴാ ഓർഡർ ഇടുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ തിരിച്ച് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഓക്കെ,
എന്റെ മൈൻഡിനകത്ത് ഷോർട്ടിങ് തുടങ്ങിയിട്ടില്ല എങ്കിലും ഇതൊരു എടുക്കുന്നില്ല, ഇന്നത്തെ പൊസിഷനെ ഞാൻ എടുക്കുന്നില്ല. ഇത് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആദ്യമേ ഷോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചെറിയൊരു എസ് എൽ വെച്ചിട്ട് ആക്ച്വലി എസ് എൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ എസ് എൽ നിൽക്കുക, അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. അതൊക്കെ ഒരു മൈൻഡിനകത്ത് വരുന്ന ഒരു ട്രേഡിംഗ് കാൽക്കുലേഷൻ ആണ്. ഇത് ഒരു എൻട്രി ക്യാൻഡിലായിരുന്നു, ഇവിടെ നിന്ന് ഷോർട്ടിംഗ് ക്യാൻഡിലാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുക. ഒരു ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഒഴിവാക്കുന്ന ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്. മൈൻഡിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നിട്ടില്ല, ഇത് ഒരു റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വേണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള സംഭവം. ഓക്കെ, ഇപ്പോൾ ഒരു ഷോർട്ട് കവറിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മാറ്റി വയ്ക്കാം, ഇല്ല ഇവിടെ വരാം. ഇവിടെ ക്ലോസിങ് വരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ജസ്റ്റ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് താഴെ കുറച്ച് പോയിട്ടുണ്ട്, മേളിലോട്ട് കുറച്ച് പോയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയക്കുള്ളിൽ പൊസിഷൻ പേഴ്സണലി എടുക്കാൻ പാടില്ല. മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഏരിയക്ക് താഴെ 5140 താഴെ ഇല്ല എന്നുണ്ടെങ്കിൽ മേളിലേക്ക് 240 മേളിൽ 240 മുകളിൽ. സോ ഈ ഒരു 2 ലൈൻസ് വരച്ചിട്ട്, ഇത് മുന്നത്തെ ലൈനാണ്. ഓക്കെ, തൽക്കാലം ഞാൻ ഇങ്ങോട്ട് എടുക്കാം. ഈ 2 ലൈൻസിന് പുറത്ത് എന്താണോ ട്രേഡ് വരുന്നത് അതായിരിക്കും നമ്മൾ ട്രേഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനുള്ളിൽ ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ്സ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. സോ അടുത്ത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബേസ് ജസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. വീഴുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ഏരിയ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയക്കുള്ളിൽ മാർക്കറ്റിന് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ താല്പര്യം. ഇൻ കേസ് ഇത് തിരിച്ച് വീണ്ടും വന്ന് ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്, ഈ ക്യാൻഡിൽ റെഡ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഈ ക്യാൻഡിൽ ഗ്രീൻ എന്നുള്ളത് ഏകദേശം ഈ ഒരു ക്യാൻഡിലിന്റെ ലോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാനുള്ള ഏകദേശം സംഭവങ്ങൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ക്യാൻഡിൽ തിരിയുന്നുണ്ട്. ഇതൊരു ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയും. സോ മാർക്കറ്റ് ഹൈലി ഇൻഡിസിഷൻ, നമ്മൾ രാവിലെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ്. എക്സ്ട്രീംലി ഹൈ, ഒട്ടും കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാർക്കറ്റ്. സോ ഈ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വീണ്ടും വീണ്ടും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ആയിട്ടില്ല, ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ അതിന്റെ പറയുന്നുണ്ട്. സോ ഇത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോ ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഈ ക്യാൻഡിലെ 50% താഴെ വന്നാൽ 5100 താഴെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ടിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിച്ച് തുടങ്ങാം. അപ്പോൾ ഈ ക്യാൻഡിൽ ഹൈ ആയിരിക്കും അതിന്റെ എസ് എൽ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഇതാണ് വരുന്നതെങ്കിൽ അതിന്റെ എസ് എൽ ആയിട്ട് കീപ്പ് ചെയ്യാം. ഇതിന്റെ ടാർഗറ്റ്സ് നിങ്ങൾക്ക് 5800 നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് പിന്നീട് പ്ലാൻ ചെയ്ത് വെക്കാം. മാർക്കറ്റ് ഇവിടെ ആണെങ്കിലും ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ, ഇന്നത്തെ ഹൈ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഷോർട്ട് ചെയ്യാൻ ചിന്തിക്കാന്നുള്ളതാണ്. പക്ഷെ എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഓപ്ഷൻസ് ചെയ്യാൻ ഇവിടെ ഗ്രൂപ്പിൽ ആരോടും ഞാൻ പറയത്തില്ല. എക്സ്പയർ അല്ലാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് ഐഡിയ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരണം. നിങ്ങൾ ഓരോ ദിവസവും നല്ലൊരു ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. ചിലപ്പോൾ തെറ്റിപ്പോവാം, ഒരു കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ കാശ് ഇട്ടല്ല എല്ലാ വിഷ്വലൈസേഷനും ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട്. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂസ്ഡ് മാർക്കറ്റാണ്. എന്നാൽ ചില മാർക്കറ്റ് ഉണ്ട് നല്ല സോളിഡ് ആയിട്ട് നമ്മുടെ ഡയറക്ഷനിൽ നിൽക്കുന്ന, അവിടെയാണ് ആക്ച്വലി ക്യാഷ് ഇടാനുള്ളത്. 4 ട്രേഡ് ട്രിഗർ ചെയ്യുന്നുണ്ടോ നമ്മുടെ മനസ്സിനകത്ത്, അതിൽ ഏറ്റവും നല്ല ട്രേഡ് എന്ന് തോന്നുന്ന ട്രേഡിൽ മാത്രം കാശ് ഇടുക. ബാക്കിയുള്ള ട്രേഡിനെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് ആ മാർക്കറ്റ് നമുക്ക് വേണ്ട എന്നുള്ളതല്ല, അത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ മാർക്കറ്റ് ശ്രദ്ധിക്കാതിരിക്കാം, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി മാർക്കറ്റിന്റെ കണ്ടീഷൻസിനെ പഠിക്കാൻ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ക്യാൻഡിൽ ട്രിഗർ ചെയ്യിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കാൽക്കുലേഷൻ. ഓക്കെ, ഒരു ഇൻഡൈസസിലോട്ട് പോയാൽ ഓക്കെ ബാങ്ക് നിഫ്റ്റി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പേരും നല്ല സെല്ലിങ്ങിലാണ് നിൽക്കുന്നത്. സോ എത്ര ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബാങ്ക് നിഫ്റ്റിയെ കൊണ്ട് എത്ര നേരം ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഹോൾഡ് ചെയ്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മാർക്കറ്റ് കയറി വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇല്ലെങ്കിൽ ഈ മേളിലത്തെ നമ്മളിപ്പോ വരച്ച് വെച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനിന്റെ മേളിൽ മാർക്കറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചിട്ട് ഓക്കെ, ബാങ്ക് നിഫ്റ്റി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തേക്കും, 24,000 തിരിച്ച് കയറി പോയേക്കാം. ഈ ഒരു ട്രെൻഡ് തിരിച്ച് ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തേക്കാം. ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ മാത്രം
എക്സ്പയറി ആയതുകൊണ്ട് ആരും അന്ധമായിട്ട് മാർക്കറ്റിനെ വിശ്വസിക്കരുത്. നല്ല സേഫ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഒരു SL അടിച്ചാലോ ഇല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയാലോ സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രീമിയം ഒറ്റയടിക്ക് 100 പോയിന്റ് ഒക്കെ കയറുന്നുണ്ടാവും. ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യെസ് യെസ് നിജിൽ ചോദിച്ചോ. എനിക്ക് എക്കോ അടിക്കുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുവാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ക്യാൻഡിൽ വളരട്ടെ. മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ആദ്യത്തെ ഈ ഒരു ഹാഫ് ആൻ അവർ വളരെ ക്രൂഷ്യലാണ്. ഹാഫ് ആൻ അവർ എന്നല്ല, ഇന്ന് 10:30 മണി വരെയുള്ള മാർക്കറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. പെട്ടെന്നൊരു FIയുടെ സെല്ലിംഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ലോലി റിക്കവർ ചെയ്ത് 24,000 അടുത്ത് വന്ന് നിൽക്കും. അപ്പോഴും അവർക്ക് സെല്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെല്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ലോലി പതുക്കെ മാർക്കറ്റിൽ റിക്കവർ ചെയ്ത് ഈ ഒരു കർവ്, നമ്മൾ ഇന്നത്തെ ഈ കർവിലാണ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത് അല്ലെ, ഈ ഒരു കർവിൽ നിന്ന് തിരിച്ച് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം. മാർക്കറ്റ് കയറുവാണെങ്കിൽ നിങ്ങളുടെ സ്വിംഗ് പൊസിഷനിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ലോങ് ടേം പൊസിഷനിൽ ഒന്നും ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ട്സിൽ ഒന്നും ചെയ്യരുത്. ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ തന്നെ നിൽക്കാം. മാർക്കറ്റ് കയറി വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് വീഴുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത് തൽക്കാലം മാറ്റുവാണ്. കാരണം ആ ഒരു ട്രേഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഈ 2 ലൈൻസ് ഇവിടെ ബാങ്ക് നിഫ്റ്റിക്ക് 2 ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിക്ക് ഞാൻ പറഞ്ഞ ലൈൻസ് 23,880 മേളിൽ 890 മേളിൽ താഴെയാണെങ്കിൽ ഓൾമോസ്റ്റ് 800 താഴെ എന്നുള്ളത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. വേറെ സ്റ്റോക്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ അനാലിസിസ് ക്ലോസ് ചെയ്യാം. ഇന്നലെ ട്രേഡ് ചെയ്ത ഒരു PE ആണ്. വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെന്റിലാണ് ഇതിപ്പോ. ഓക്കെ, ക്ലോസ് ചെയ്തേക്കാം. ജൂബിലൻസ് ഫുഡ് ഇന്നലെ ഒരു 10% കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഹോൾഡിംഗ് ഉള്ള സ്റ്റോക്കാണ്. എന്നിട്ട് ഒരു 0.5% എന്ന ഡൗണിലാണ്. പുതിയ പൊസിഷൻ ഒന്നും ഇല്ല, എന്നാലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ടാറ്റ മോട്ടോഴ്സ് ഇവിടെ ജിജോ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടായിട്ടുള്ള 760 to 780 റേഞ്ച് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 782 വരെ പോയിട്ട് തിരിച്ച് ബൈയിങ് വരുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇൻട്രാഡേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോഴൊന്നും അല്ല, ഒരു 796 മേളിൽ ഇൻട്രാഡേക്ക് വേണമെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നോക്കാം എന്നുള്ളതാണ്. അത്യാവശ്യം ബൈ വോളിയം ഉണ്ട്. ഒരു സിറ്റുവേഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ HDFC ബാങ്ക് വേണമെങ്കിൽ നോക്കാം. വേറെ ഇൻഡസ്ഇൻഡ് നോക്കണ്ട. ICIC ആക്സിസ് ബാങ്ക് വേണമെങ്കിൽ നോക്കാം. ഈ 2 സ്റ്റോക്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മൊത്തം 3 സ്റ്റോക്ക് മാത്രമേ ഇൻട്രാഡേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യത കാണിക്കുന്നുള്ളൂ. സോ ട്രേഡ് അക്കോർഡിംഗ്ലി. ഓക്കെ, വേറെന്തേലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ ക്ലോസ് ചെയ്യട്ടെ. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് വീഡിയോ ഞാൻ ഗ്രൂപ്പിനുള്ളിൽ പോസ്റ്റ് ചെയ്തേക്കാം. മാർക്കറ്റ് സ്റ്റിൽ നമ്മളെ വരച്ചിരുന്ന റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് നിൽക്കുന്നത്. സോ ഇവിടെ നോക്കുക, ഈ ഇതിന്റെ പുറത്താണ് അത് നിൽക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കിയാലും നമ്മൾ അതേ ബോക്സിന്റെ പുറത്താണ് നിൽക്കുന്നത്. അതായത് പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഉള്ളിലാണ് അതിന്റെ വാല്യൂ നിൽക്കുന്നത്. സോ അതിനകത്ത് ഒരു സോളിഡ് ആയിട്ടുള്ള ട്രേഡും ഇല്ല. അതിന്റെ പുറത്ത് വരട്ടെ, പുറത്ത് വന്ന് സോളിഡ് ആയിട്ടുള്ള ഒരു 5 or 10 മിനിറ്റിന്റെ ക്ലോസിംഗ് കിട്ടട്ടെ. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ട്രേഡിനെ അപ്രോച്ച് ചെയ്യുക. സോ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഇന്ന് പ്രോഫിറ്റബിലിറ്റിയിലായിരിക്കും. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഹയർ ചാൻസസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പോയി ട്രേഡ് എടുക്കണമെന്ന് തോന്നിയാൽ മാർക്കറ്റിൽ SL അടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ നല്ല ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് വിൽ റിവാർഡ് യു. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ. ഓക്കെ, ഞാൻ റെക്കോർഡ് വീഡിയോ ഞാൻ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. ലിമിയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ റെക്കോർഡ് ക്ലോസ് ചെയ്യട്ടെ.